ലഹരി കേസിലെ പ്രതിയുമായി ബന്ധമുണ്ടെന്ന ആക്ഷേപത്തിന് കൃത്യമായ മറുപടി പറയാതെ മുഖ്യമന്ത്രി തന്നെ പലരും വന്ന് കാണും. മുഹമ്മദ് ഹുസൈനെ പരിചയപ്പെടുന്നത് നവകേരള സദസ്സ് ലാത്തിചാർജിന് ശേഷമാണെന്നും അതൊക്കെ നേരത്തെ പറഞ്ഞതാണെന്നും മാത്രമായിരുന്നു പ്രതികരണം. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ ഏത് അന്വേഷണം വേണമെന്ന് ഉടൻ തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങൾ നൽകുവാനായി ദിലീപാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നും. ദിലീപ്, എന്തായാലും കൃത്യമായ ഒഴിഞ്ഞുമാറ്റമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ തന്നെയാണ് തത്സമയ അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടത്, അയാൾക്കൊപ്പം നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? ആര്യ, മുഖ്യമന്ത്രിക്ക് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലും യാതൊരുവിധ മാറ്റവുമില്ല എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻകാലങ്ങളിൽ എങ്ങനെയാണോ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയിരുന്നത്, അത്തരത്തിലൊരു വാർത്താ സമ്മേളനമായിരുന്നു ഇന്നും നടത്തിയത്. വ്യക്തമായ ചോദ്യങ്ങൾക്ക് യാതൊരുവിധ മറുപടിയും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രതിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നത് അടക്കമുള്ള കാര്യങ്ങൾ എന്ന ചോദ്യം ഉന്നയിച്ചപ്പോൾ പോലും തനിക്ക് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട്, അതായത് ലാത്തി ചാർജുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതിയെ പരിചയമുള്ളൂ എന്നടക്കമുള്ള കാര്യമാണ് അദ്ദേഹം ഇന്നും വ്യക്തമാക്കിയത്. അതേസമയം 2021 പോലും അദ്ദേഹവും അതുപോലെ തന്നെ മുഖ്യമന്ത്രി, അതായത് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒപ്പമുള്ള ആ ഫോട്ടോയെ പറ്റി ചോദിച്ചപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്, ഇനി അതിനെപ്പറ്റി പറയാനൊന്നുമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ ജനങ്ങളുടെ മുൻപിൽ കള്ളം പറയുകയാണ് എന്നതിന് മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് 2023 ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള ഈ ലാത്തി ചാർജ് ഉണ്ടാകുന്നത്. ആ സമയത്ത് പോലും ഈ പ്രതിക്ക് ലാത്തി ചാർജ് ഏറ്റതിൻ്റെ ഒരു ദൃശ്യവും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റു സമൂഹ മാധ്യമങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത്, ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലും തനിക്ക് പരിചയമുള്ളത് ഈ ലാത്തി ചാർജിന് ശേഷമെന്നാണ്. പക്ഷേ അങ്ങനെ യാതൊരുവിധ ഫേസ്ബുക്ക് പോസ്റ്റുകളോ അല്ലെങ്കിൽ അങ്ങനെ യാതൊരുവിധ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ യാതൊരു സോഷ്യൽ മീഡിയയിലോ യാതൊരു പോസ്റ്റും ഇല്ല. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി വീണ്ടും കള്ളം പറയുന്നു എന്നാണ്. അതേസമയം ഈ മെസ്സിയുടെ കേസുമായി ബന്ധപ്പെട്ട്, അതായത് മെസ്സിയുടെ പണത്തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അധികം താമസിയാതെ തന്നെ ഏത് അന്വേഷണ ഏജൻസിക്ക് നൽകണം എന്നുള്ള കാര്യങ്ങൾ പിന്നീട് വ്യക്തമാക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടെ തന്നെ ഇതിന് കൂട്ടിയോജിക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഈ PSC പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇതുവരെയും അന്വേഷണം പുരോഗമിക്കുന്നില്ല. അതേ രീതിയിൽ ഈ പിണറായി സർക്കാരിനെ സഹായിക്കുന്ന ഒരു നിലപാടിലേക്ക് ഈ മെസ്സി വിവാദം എത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ആര്യ, ശരി ദിലീപ്, എന്തായാലും മുഖ്യമന്ത്രി കൃത്യമായി ഒഴിഞ്ഞു മാറുകയാണ് ഇത്തവണയും. ആ പ്രതികരണത്തിലേക്ക് ഉണ്ടാവുന്ന ഇഷ്ടംപോലെ ആളുകൾ നമ്മളെ വന്ന് കണ്ടു കാണുന്നേ, അതിനെന്താ കുഴപ്പം? എനിക്ക് അയാളെ പരിചയപ്പെട്ടത് എല്ലാവർക്കും കുറെ നേരമല്ല പ്രസംഗിക്കുന്നത്. ഞാൻ അയാളെ പരിചയപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത്. എന്നെ വന്ന് കണ്ട് ഇഷ്ടംപോലെ ആളുകൾ ഫോട്ടോ എടുക്കുകയാണ്. അതൊക്കെ അന്ന് പറഞ്ഞ് തീർത്ത വിഷയങ്ങളാണ്. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്?